ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ബിനാൻസ് വഴിയാണെന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ ബിനാൻസിൽ നിന്ന് എങ്ങനെയാണ് ബാങ്കിലോട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം മന്ത്ലി ഏകദേശം ഒരു 300 അല്ലെങ്കിൽ $400, ഏകദേശം ഒരു 20-25,000 രൂപ മന്ത്ലി കിട്ടുന്ന രൂപത്തിലൊരു ചെറിയൊരു പരിപാടിയുണ്ട്. എന്താ അറിയും, നിങ്ങൾ ചെയ്യേണ്ട സംഭവം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ വിഡ്രോ ചെയ്യുന്ന ബിനാൻസ് ഉണ്ടല്ലോ. ഓക്കെ, ബിനാൻസിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന സംഭവം. ഓക്കെ, ഫ്യൂച്ചർ ട്രേഡിംഗ്. ഓക്കെ, അപ്പോൾ ഈ ഫ്യൂച്ചർ ട്രേഡിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ഈ ഫ്യൂച്ചർ ട്രേഡിങ്ങിന് നമ്മൾ ഡെയിലി എന്ത് ചെയ്യുക, നമുക്ക് സ്പോട്ടും ചെയ്യാം, ലോങ്ങും ചെയ്യാം, ഷോർട്ട് ടൈം ആയിട്ടും ചെയ്യാം, ലോങ് ടൈമും ചെയ്യാം, ഷോർട്ടും ചെയ്യാം, ലോങ്ങും ചെയ്യാം. ഓക്കെ, പക്ഷേ നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആരെ ഹെൽപ്പ് ചെയ്യും? നമുക്കിപ്പോൾ ലോസ് ഉണ്ടായാലും നമ്മളിപ്പോൾ എന്ത് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുക, എന്ത് ഇതാക്കിയിട്ട് നമ്മൾ ചെയ്യുക, ലോസ് വന്നാലോ അതൊക്കെ ഒരുപാട് പേടി കാരണം ഒരുപാട് പേര് ഇപ്പോഴും ഫ്യൂച്ചർ ട്രേഡിങ് ചെയ്യാത്ത നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ ട്രേഡിംഗ് എന്ന് പറയുന്ന WHAL വാൾ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഗ്രൂപ്പ് എങ്ങനെ വെച്ചാൽ ജസ്റ്റ് ഒരു പ്രീമിയം ഗ്രൂപ്പാണ്. ഓക്കെ, എൻ്റെ ഒരു ബ്രദറ് ആണ് അതെന്ത് ചെയ്യണം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അവർ ഫ്യൂച്ചർ ട്രേഡിങ്ങിനെ കുറിച്ച് എല്ലാ സിഗ്നൽസും അവരെന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് അവരുടെ ഡേറ്റ് കണ്ട കറക്റ്റ് ഏകദേശം 90% അക്യുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് എന്ത് ചെയ്യുന്നുണ്ട് അവർ തരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഇതൊക്കെ അവരുടെ എന്താണ് അവരുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് കിട്ടിയ എമൗണ്ട്സ് ആണ്. ഓക്കെ, ഏകദേശം 60,000 രൂപ 28,000 രൂപയ്ക്കാണ് ടോട്ടൽ അനലൈസ്ഡ് PNL വരുന്നത്. ഇവിടെ ഉണ്ട് വാലറ്റ് ബാലൻസ് 32,000 രൂപ. ഓക്കെ, അപ്പോൾ അത്രയും പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവരുടെ മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് മെമ്പേഴ്സിന് കിട്ടുന്നുണ്ട്. ഓക്കെ, അവരിങ്ങനെ ആയിരിക്കും ഇടുന്നുണ്ടാവുക. ഓക്കെ, ഓഗസ്റ്റ് BTC പമ്പ് എപ്പോഴാണ്, BTC അപ്പാണോ ഡൗൺ ആണോ, പോസിറ്റീവ് ആണോ വരാൻ ന്യൂസ്, നെഗറ്റീവ് ആണോ ന്യൂസ്, അതുപോലെ തന്നെ ഇനി എപ്പോഴാണ് അപ്പ് വരുന്നത്, ഡൗൺ വരുന്നത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഷോർട്ടായിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, BTC ഇന്ന ടൈമിൽ ഇന്നത് ഇത് ചെയ്യുക, ഇപ്പോൾ വേഗം പോയിട്ട് എന്ത് ചെയ്യുക, ഷോർട്ട് ചെയ്യുക, ഇപ്പോൾ പോയിട്ട് ലോങ് ചെയ്യുക, ഒക്കെ അവരെന്ത് ചെയ്യും ഫുൾ ഡീറ്റെയിൽഡായിട്ട് അവരെന്ത് ചെയ്യും നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ ഓക്കെ അപ്പോൾ ഏകദേശം നല്ല 90% അക്യുറേറ്റ് ആണ് അവരുടെ സിഗ്നൽസും കാര്യങ്ങളും എല്ലാം. ഓക്കെ, അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യണം എന്താ വെച്ചാൽ, ഇതിന് താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രീമിയം ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ മന്ത്ലി ഏകദേശം 800 രൂപ കൊടുക്കണം. ഓക്കെ, നമ്മുടെ INR 800 രൂപയാണ് അവരുടെ പ്രീമിയം ചാനൽ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യും, അതിലേക്ക് ആഡ് ആകുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ വീഡിയോയിട്ട് നേരെ പോകാം. ഓക്കെ, നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ എങ്ങനെ വെച്ചാൽ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് കാര്യം ഫുള്ള് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലിപ്പോൾ ജസ്റ്റ് ട്രോൺ ഉണ്ട് വിചാരിക്കുക. എൻ്റെ കയ്യിലിപ്പോൾ ഒരു 5 ട്രോൺ അല്ലെങ്കിൽ ഒരു 10 ട്രോൺ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 10 ട്രോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ ഇനി ഫസ്റ്റ് കളിയില്ല, നമ്മൾ ഏതിലോട്ടാണ് നമ്മളിപ്പോൾ ഡയറക്റ്റ് വിഡ്രോ അടിക്കേണ്ട കുറച്ച് എക്സ്ചേഞ്ചുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ബിനാൻസിൽ നമുക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ വാസറെക്സിലൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിനാൻസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലേണ്ടത് ബിനാൻസിലോട്ടാണ്. ബിനാൻസിൽ ചെന്നതിന് ശേഷം നമ്മുടെ സ്പോട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. സ്പോട്ടിൽ ഇവിടെ ഉണ്ടാവും ഡെപ്പോസിറ്റ്, വിഡ്രോ, ട്രാൻസ്ഫർ എന്നുള്ള 3 ഓപ്ഷൻ കാണും അല്ലേ. അത് ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ടോക്കണാണ് മീൻസ് വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ TRX ആണ്, ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യുക TRX. അപ്പോൾ TRX വരും.
ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യമാണ്. ഓക്കെ, ഇങ്ങനൊരു സംഭവം വരും, BNB സ്മാർട്ട് ചെയിൻ. ഇതൊക്കെ എന്താ വെച്ചാൽ ഓരോ ബ്ലോക്ക് ചെയിൻ്റെ കീഴിലുള്ള അഡ്രസ്സുകളാണ്. അപ്പം നമ്മുടേത് ഏതാണ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ട്രസ്റ്റ് വാലറ്റിലോട്ട് തന്നെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളത് കോയിനാണ്, മെയിൻ TRX ആണ്. മെയിൻ TRX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രോൺ TRC20 ആണ്. ട്രോൺ എന്ന് പറയുന്നത് TRC20 എന്നുള്ള ബ്ലോക്ക് ചെയിനിൽ വരുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒരു വാലറ്റ് അഡ്രസ്സ് കണ്ടോ, അത് നെയ്സിൽ ഇവിടെ ഒരു പേപ്പർ കഷ്ണം കണ്ടില്ലേ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് കോപ്പി ആവും. ഓക്കെ, കോപ്പി ആവും. ജസ്റ്റ് നെയ്സിൽ എന്ത് ചെയ്യുക, നേരെ നമ്മൾ വീണ്ടും എവിടെയിലേക്ക് വരിക, നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലോട്ട് വരിക. ഓക്കെ, ട്രസ്റ്റ് വാലറ്റിലോട്ട് വരിക. ട്രസ്റ്റ് വാലറ്റിലോട്ട് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഓക്കെ, റിസീവ് ഓപ്ഷൻ റിസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് പിൻവലിക്കാനാണ്, നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് വിഡ്രോ അടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സെൻഡ് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന 2 ഓപ്ഷൻസ് കാണും. അല്ല, ഇവിടെ റെസിപ്പിയൻ്റ് അഡ്രസ്സ്, ഏത് അഡ്രസ്സിലോട്ടാണ് നമ്മൾ വിഡ്രോ അടിക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ഇവിടെ പേസ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അത്ര. അപ്പം നേരോടെ നമ്മൾ നേരത്തെ അഡ്രസ്സ് കോപ്പി ചെയ്ത അഡ്രസ്സ് നേരോടെ അവിടെ പേസ്റ്റ് ആവും. ഓക്കെ, അതിനുശേഷം നമ്മൾ എത്ര എമൗണ്ടാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു 10 TRX ആണ്. അപ്പോൾ 10 TRX ഇവിടെ അടിച്ചു. ഇനിയിപ്പോൾ നിങ്ങളെ അതിലിപ്പോൾ ഇപ്പോൾ ചിലവരൊക്കെ ഉണ്ടാവും, ഇന്നിപ്പോൾ ഒരു 5000 വലിക്കുക, അങ്ങനെ ഉള്ള ആഗ്രഹം ഉണ്ട്, INR രൂപത്തിലാകും. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ TRX കണ്ടോ, നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് എന്താകും, അവിടെ INR ആവും. 5000 സെർച്ച് ചെയ്യുക. 5000 എത്ര, 897.38 2671 TRX ആണ്. 5000 കറസ്പോണ്ടിങ് ആയിട്ടുള്ള TRX. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചിലപ്പോൾ INR എത്ര എമൗണ്ട്, എത്ര TRX നമ്മൾ ഒരു പെട്ടെന്ന് ഐഡിയ ഇട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗൂഗിളൊക്കെ പോയി സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും, ജസ്റ്റ് TRX തന്നെ നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് വളരെയധികം യൂസ്ഫുള്ളാണ്. അതിനുശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിൽ നിന്ന് അവർ കുറച്ച് ചെറിയൊരു ഫീ ഈടാക്കും. ഓക്കെ, ഉണ്ടോ, ഇപ്പോൾ ഫീ ഒന്നുമില്ല, ഇപ്പോൾ നെറ്റ്വർക്ക് ഫീ 0.0 TRX ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ബ്ലൂ ഇത് വരും. ഇതിൽ ഇപ്പോൾ ഈ എമൗണ്ട് ഇല്ലാത്തതുകൊണ്ടാട്ടോ. ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഒരു ആഫ്റ്റർ ഒരു 3 minutes 5 minutes ഒരു 5 മിനിറ്റിന് ശേഷം എന്ത് ചെയ്യും, നമ്മുടെ ഈ ബിനാൻസിലോട്ട് എന്ത് ചെയ്യും, അത് ക്രെഡിറ്റ് ആവും. ഓക്കെ, നമ്മുടെ ഉള്ള 5000 TRX എന്ത് ചെയ്യും, 5000 രൂപക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള TRX ഇവിടെ ക്രെഡിറ്റ് ആവും. ക്രെഡിറ്റ് ആയതിന് ശേഷം ഡയറക്റ്റ് ബാങ്കിലോട്ട് വലിക്കുന്നതുണ്ട്. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് P2P വഴിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് P2P വഴി ഉള്ളത് കാണിച്ചു തരാം. ഓക്കെ, P2P വഴി വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങളത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വിഡ്രോ അടിച്ച് ചെയ്യുന്ന നേരെ വരുന്നത് നമ്മുടെ സ്പോട്ട് വാലറ്റിലോട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ P2P ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് അറിയോ, P2P എവിടെയുള്ളത്, ഫണ്ടിങ്ങിലാണ്. സ്പോട്ടിലല്ല, ഫണ്ടിങ്ങിലാണ് P2P ഉള്ളത്. സ്പോട്ടിൽ ഒന്നുമില്ല. സ്പോട്ട് എന്നാൽ നമ്മൾ വാങ്ങുന്ന കോയിൻസും കാര്യങ്ങളൊക്കെ കാണാനാണ് സ്പോട്ട്. ഓക്കെ, അവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ കാണും ഡെപ്പോസിറ്റ്, വിഡ്രോ, ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ. ട്രാൻസ്ഫർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കറക്റ്റല്ല നോക്കാം. സ്പോട്ട് വാലറ്റിൽ നിന്ന് ഫണ്ടിങ് വാലറ്റ്, അത് ഓക്കെയാണ്, കറക്റ്റാണ്. പക്ഷേ ഇവിടെ കറക്റ്റല്ല, BTC അല്ല നമ്മൾ സെൻഡ് ചെയ്യുന്നത്, TRX അല്ലേ. TRX ക്ലിക്ക് ചെയ്യാം. TRX ക്ലിക്ക് ചെയ്തിട്ട് മാക്സ് കൊടുക്കുക 5000 അല്ലേ. ഇപ്പോൾ എൻ്റെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ കാണിക്കുന്നത്. ഫുൾ അത് കാണിക്കുക. അത് കൊടുത്തതിന് ശേഷം കൺഫേം ട്രാൻസ്ഫർ എന്ന് കൊടുക്കാം. അത് ട്രാൻസ്ഫർ എന്ത് ചെയ്യും, സക്സസ്ഫുൾ ആവും. അപ്പോൾ നമ്മൾ ഇനി ഫണ്ടിങ് വാലറ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ TRX ഇവിടെ ഇങ്ങനെ കാണും. ഓക്കെ, നമ്മുടെ TRXന് കാണും. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് P2P എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ P2P എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്യുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. കാരണം എന്താ വെച്ചാൽ P2Pയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ഒന്നാമത് ബിനാൻസ് അക്കൗണ്ട് എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും വെരിഫിക്കേഷൻ. വിഡ്രോ അടിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും, അതിപ്പോൾ ഏത് എക്സ്ചേഞ്ച് ആണെങ്കിലും വെരിഫിക്കേഷൻ മസ്റ്റാണ്. ഓക്കെ, നമ്മുടെ ബിനാൻസിലാണെങ്കിൽ പാൻ കാർഡ് മസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് പാൻ കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക്, ഇതിലാദ്യം നിങ്ങൾ ഒരു കാര്യം കാണിച്ചു തരാം. ഒന്ന് ബാക്കോട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഹോമിൽ പോയിട്ട് ഇതാ ഇവിടെ മുകളിൽ ആ ആളുടെ ഐക്കത്തിൽ ചെയ്യുന്ന പേയ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ടാവും. പേയ്മെൻറ്റ് മെത്തേഡ്സിൽ P2P പേയ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യണം. ഏതൊക്കെയാണ്, ഇപ്പോൾ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ Paytm ഉണ്ടാവും. IMPS പറഞ്ഞാൽ നമ്മുടെ ഇത്
ബാങ്ക് അക്കൗണ്ട് നമ്പർ. ഓക്കെ, ഇപ്പോൾ IMPS ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യം ഇപ്പോൾ നമ്മുടെ ഈ നെയിം എന്താ അറിയോ, നമ്മൾ ലോഗിൻ ചെയ്ത ഏത് ആളുടെ അഡ്രസ്സിലാണോ ആ ആളുടെ നെയിമാണ് അവിടെ വരിക. ഓക്കെ, അപ്പോൾ ആ നെയിമിൽ ആ ആളുടെ എന്തെന്നെ വേണം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡും ബാങ്ക് നെയിം തന്നെ വേണം കേട്ടോ. അത് മസ്റ്റാണ്. ഓക്കെ, അതേപോലെ തന്നെ യു പി ഐ നമുക്ക് ഫോൺ പേ, ഗൂഗിൾ പേ ഏതാ വെച്ചാൽ ഓക്കെ, അതും അയാളുടെ പേരിലുള്ള ഏതാ വെച്ചാൽ UPI നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗൂഗിൾ പേ എന്നൊക്കെ QR കോഡ് സ്കാൻ ഇതാക്കാൻ പറ്റും. എന്ത് ചെയ്യുക, സേവ് ഇമേജ് കൊടുത്തിട്ട് അവിടെ ആഡ് ആക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. പേയ്മെൻറ്റ് മെത്തേഡ് എന്തായാലും ആഡ് ചെയ്യണം, എന്നാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വിഡ്രോ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യുക, നമ്മൾ P2P വരിക. P2P വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണ്, സെല്ലാണല്ലേ. നമ്മൾക്ക് എന്ത് ചെയ്യണം, പിന്നെ ഇപ്പോൾ ക്യാഷ് ആയി കിട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ മുകളിൽ കണ്ട ബൈ സെൽ എന്നല്ല, അവിടെ ജസ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്യുക. സെല്ല് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് കോയിനാണ് സെല് ചെയ്യാൻ നിൽക്കുന്നത്, TRX ആണല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും കോയിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, P2P വഴി ചെയ്യാൻ പറ്റും. ഏതൊക്കെയുണ്ട്, USDT ഉണ്ട്, BTC ഉണ്ട്, BNB ഉണ്ട്, ഇതേറിയ ഉണ്ട്, കർഡാനോ ഉണ്ട്, TRX ഉണ്ട്, ഷിബ് ഉണ്ട്, മാറ്റിക് ഉണ്ട്, WRX ഉണ്ട്, XRP, സോൾ, അങ്ങനെ ഒരുപാട് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് TRX ആണ്. അപ്പോൾ ജസ്റ്റ് TRX ക്ലിക്ക് ചെയ്യുക. TRX ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, എന്തെങ്കിലും ഇപ്പോൾ 5000 രൂപക്കുള്ള TRX ഉണ്ട്. ഓക്കെ, 5000 രൂപക്കുള്ള TRX. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആളെ നോക്കുക, ഈ ഐശ്വര്യ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഐശ്വര്യ എന്നുള്ള ആൾ, അയാളുടെ ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ലിമിറ്റ് 30,000 ടു 88,200. അപ്പോൾ 5000 എന്ന് പറയുന്നത് ആ രണ്ടെണ്ണത്തിൻ്റെ അടിയിലല്ലല്ലോ അല്ലേ. 30,000 എന്ന് പറയുന്നത് എത്രയും വലിയ എമൗണ്ട് അല്ലേ, പറ്റില്ല. അപ്പം തൊട്ടടുത്തില്ല 24/7 ഓൺലൈൻ അല്ലേ. അപ്പോൾ നോക്കുക, അയാളെ ലിമിറ്റ് 5000 ടു 22,230. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും. കാരണം എന്താ, നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്, 5000 ഉണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യുക, അവിടെ സെല്ലിന് കൊടുക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, P2P ചെയ്യണ സമയത്ത് അവരുടെ തൊട്ടപ്പുറത്തുണ്ടാവും ഇവിടെ 98%, 80%, 92. ഈ ഏകദേശം 95 എബോവ് ഉള്ള ആൾക്കാർക്ക് മാത്രം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ 95 എബോവ് പെർസെൻറ്റേജ് ഉള്ള ആൾക്കാർക്ക് മാക്സിമം ചടപ്പട പരിപാടി വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യും, ക്യാഷും കിട്ടും. ഇവിടെ കണ്ടില്ലേ, ഈ ഐശ്വര്യം എന്ന് പറയുന്നത് 80% നല്ല ലാഗാകാരം. ഓക്കെ, പേയ്മെൻറ്റ് കിട്ടാൻ നല്ല ലാഗാവും, അതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ 24/7 ഓൺലൈൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫുൾ എമൗണ്ട് ഓൾ എന്ന് കൊടുക്കാം. സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ്, ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ഏത് പേയ്മെൻറ്റ് മെത്തേഡാണ്, അത് നമ്മൾ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഇവിടെ UPI, നമ്മൾ ഗൂഗിൾ പേ സെലക്ട് ചെയ്യണം. സെൽ വിത്ത് 0 ഫീ അവിടെ ക്ലിക്ക് ചെയ്യാം. സെൽ വിത്ത് 0 ഫീ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളോട് പിന്നെ ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അവർ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ആയതിന് ശേഷം എന്ത് ചെയ്യും, പേയ്മെൻറ്റ് റിസീവ്ഡ് എന്നുള്ളത് കാണിക്കും. അക്കൗണ്ട് ക്രെഡിറ്റ് ആയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പേയ്മെൻറ്റ് റിസീവ്ഡ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്കിനി ആഫ്റ്റർ ഒരു പേയ്മെൻറ്റ് റിസീവ്ഡിനുള്ള ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ഇപ്പോൾ തന്നെ ഏകദേശം 13 മിനിറ്റോളമായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മുടെ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കഷൻ കാര്യങ്ങളും നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ബെന്നി വർഗീസ്, അതുപോലെ ജിമ്മി ആയിട്ടാണ് ഒരുപാട് പേര്, അത്രയും നല്ല ഐഡിയാസ്, ക്രിപ്റ്റോപരമായിട്ട് നല്ല ഐഡിയാസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു ലിങ്ക് ഉണ്ട്, ഓൺലൈൻ എയർഡ്രോപ്സ് വേണ്ടി, എയർഡ്രോപ്സ് മാത്രം കിട്ടുന്ന ഒരു ഗ്രൂപ്പും കൂടി വാട്സപ്പിലുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാമിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏതിലും ജോയിൻ ചെയ്യാം. ഓക്കെ, കൂടുതലും പ്രിഫർ ചെയ്യുന്നത് എന്താണ്, ടെലഗ്രാമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മറ്റു വീണ്ടും കാണാം. ബൈ.